രാവിലെ അദ്ദേഹം വിളിച്ചിരുന്നു. എനിക്കിപ്പോൾ ഒരു നൃത്തപരിപാടി തരാമെന്നാണ് പറയുന്നത്. അപ്പം അത് പറയുമ്പം ചേട്ടൻ മരിച്ച ഒരു 8 വർഷത്തിന് ശേഷം ആദ്യമായിട്ടൊരു സിനിമാ നടൻ വിളിക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. ഇത് ചേട്ടൻ്റെ സുഹൃത്തുന്നുള്ള രീതിയിലുള്ള സന്തോഷമാണ്. എന്തായാലും നൃത്തപരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, എനിക്ക് നൃത്തപരിപാടി വേറെ പല സ്ഥലത്തും കിട്ടും, എന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ, എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ഒരു അവസരം തരുമെന്നാണ് എനിക്ക് അയാൾ ചോദിക്കാനുള്ളത് അദ്ദേഹത്തിനോട്. അയ്യോ, മരിച്ചവരെ ആശ്രിതർക്ക് ജോലി കൊടുക്കാൻ സിനിമ എന്ന് പറയുന്നത് ഒരു സർക്കാർ സ്ഥാപനം അല്ലല്ലേ രാമകൃഷ്ണ. ഉണ്ടെന്ന് തോന്നണ കഥവൊക്കെ തുറന്ന് കിടക്കണല്ലേ ഈശ്വര. മാമ ഇവിടെ നീ ഇവിടെ ഇങ്ങനെ അവിടെ എന്തൊരു ജോലി? ഓലമണല് വെട്ടിക്കൊണ്ടിരിക്കുന്നു മാമ. മാമ എന്ത് മാമ പതിവില്ലാതെ? എന്താടാ, എനിക്ക് നിന്റെ വീട്ടിൽ വന്നോട്ടെ? ഇവിടെ എപ്പോഴും വേണമെങ്കിലും വരാം. എനിക്ക് എന്റെ കോവിലെ ഉത്സവടാ, നിന്റെ ഒരു ഭജന നടത്തിയാ കൊള്ളാന്നുണ്ട്. എപ്പോ നടത്തിയെന്ന് ചോദിച്ചാൽ റെഡി തന്നെയാ നീ? പിന്നെ റെഡി, ഞാൻ റെഡി. പരിപാടിയൊക്കെ ഉണ്ടാടേ? കൊണ്ടുപോകാമ, പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ കറുത്തവർക്ക് പാട്ട് പാടാക്കൂല, ഡാൻസ് കളിക്കാക്കൂല. എന്താ കറുത്തവർക്ക് കാലിലെന്തായാലും നീര് വന്ന എന്നല്ലേ ആ ടീച്ചർ പറഞ്ഞത്? ഇതാ അവര് പറഞ്ഞത് എന്തായാലും ആവട്ടെ, പറഞ്ഞെങ്കിൽ തെറ്റി തന്നെ സമ്മതിച്ച്. ഇന്നലെ തന്നെ സുരേഷ് ഗോപി ഈ രാമകൃഷ്ണൻ ഒരു പരിപാടി കൊടുക്കാന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത കാര്യം നീ അറിഞ്ഞില്ലേ? അയ്യോ മാമ, അത് അവര് സ്പീക്കറിലിട്ടാണല്ലേ ഞാൻ കേൾപ്പിച്ചത്. അത് കാണിച്ചത് മോശമല്ലേ? വളരെ മോശമാണ്, അത് വളരെ മോശം തന്നെ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. എടേ, ഇപ്പൊ ഈ രാമകൃഷ്ണന് പരിപാടി കൊടുക്കാൻ വേണ്ടി എല്ലാവരും മത്സരിച്ച് നിൽക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ, ഇവിടെ ഭയങ്കരമായിട്ട് പൈസ ചെലവാക്കി കേരളീയം നടത്തിയല്ലേ, അപ്പൊ എന്തുകൊണ്ട് രാമകൃഷ്ണൻ ഒരു പരിപാടി കൊടുത്തില്ല? രാമകൃഷ്ണന് പരിപാടി കൊടുത്തില്ലെന്ന് മാത്രമല്ല, വേറെ ആരെയും പാവപ്പെട്ടനെ വിളിച്ചതും ഇല്ലല്ലേ. ഒരു പാവപ്പെട്ടനെ വിളിച്ചില്ല, എല്ലാം കോടി രൂപകൾ കൊടുത്ത് വലിയ വലിയ പൊണ്ണ ആളുകളല്ലേ വിളിച്ചത്. വലിയ ആൾക്കാർക്ക് പൈസ കൊടുത്ത് അവരെയല്ലേ മാമ വിളിക്കുന്നത്? അതല്ലേ പറഞ്ഞത്. പത്രക്കാര് കിണ്ടി ആ സ്പീക്കർ ഫോണിലിട്ട് എന്തായിരുന്നറിയാം, എന്തെങ്കിലും സുരേഷ് ഗോപിയുടെ വായിന്ന് വന്ന രാമകൃഷ്ണൻ അപ്പോഴേ വിട്ടിട്ട് പിന്നെ സുരേഷ് ഗോപിയുടെ വാർത്തയെന്നും പറഞ്ഞ് പിടിക്കുക. അയ്യോ, സുരേഷ് ഗോപിയുടെ സാറിന്റെ പിറകെ ചെന്ന് പിന്നെ അയാൾക്ക് പുറത്തി കൊടുക്കൂല, ഒരു പുറത്തിയും കൊടുക്കൂല. കിട്ടുന്നത് വെച്ച് താങ്ങാന്നും പറഞ്ഞാണ് അവന്മാര് സ്പീക്കർ ഫോണിൽ ഇട്ടത്. പിന്നെ ഒരു കാര്യം ഉണ്ടല്ലേ, രാമകൃഷ്ണൻ ഇപ്പൊ ഫേമസ് ആയി. രാമകൃഷ്ണൻ ഫേമസ് ആയത് മാത്രമല്ല, അയാളെ കലാമണ്ഡലത്തിൽ വരെ വിളിക്കല്ലേ. അതല്ലേ പറഞ്ഞത്. പിന്നെ ഇത്രയും കാലം കലാമണ്ഡലത്തിൽ വിളിക്കാൻ തോന്നിയില്ലല്ലേ? അതെങ്ങനെ വിളിക്കും? അയാൾ താഴ്ന്നു കിടക്കയില്ലേ, പൊക്കാരെങ്കിലും വേണ്ടി. ഇപ്പൊ ഒരു യഥം കിട്ടിയപ്പം മറ്റങ്ങ്, പ്രത്യേകിച്ച് ഇലക്ഷൻ വരെയല്ലേ. ഇതൊന്നും അല്ല കാര്യം. ഓരോ സമയത്ത് ഓരോ സംഭവങ്ങൾ വന്ന് പൊക്കിയെടുക്കണം. എന്തായിരുന്നറിയാം, ഈ പറഞ്ഞ വലിയ ആളുകളെ സ്വന്തം കേസുകള് മുക്കാൻ വേണ്ടി പുതിയ വാർത്തകള് കൊണ്ടുവരും. പുതിയ വാർത്ത വരുമ്പോ പഴയതങ്ങ് മുങ്ങും. പഴയതിനെ മുങ്ങണമല്ല, പഴയതിനെ മുക്കാൻ വേണ്ടി പുതിയ വാർത്ത കൊണ്ടുവരും. അതാണ് ഇവിടത്തെ കാര്യങ്ങള്. അത് കാരണം പാവപ്പെട്ട കലാകാരന്മാർക്ക് ഒരു നിവർത്തിയില്ല, വെള്ളം കുടിക്കാൻ പോലും ഒന്നും കിട്ടൂല. വെള്ളം കുടിക്കാതെ എത്രയോ കലാകാരന്മാർ ഇപ്പൊ കടപ്പിണ്ണയിൽ കുത്തിയിരിക്കുന്നു. അയ്യോ, ചാവുന്നവരവരുണ്ട്. തന്നല്ല, പിന്നെ യവന്മാരൊക്കെ ഒരു പരിപാടി ഈ ഡിപി കാരന്മാര് കൊടുക്കാത്തത്. ആരും കൊടുക്കൂല. പൈസ ഉള്ളവര് കൊടുക്കും, ഇല്ലാത്തവർക്ക് കൊടുക്കൂല. അതാണ് കാര്യം. ഇപ്പൊ ചുരുക്കി പറഞ്ഞ എന്തെങ്കിലും നിനക്ക് മനസ്സിലായില്ല. യഥാർത്ഥത്തില് ഇത് സത്യഭാമ കത്തിച്ചതാണോ അതോ രാമകൃഷ്ണൻ കത്തിച്ചതാണോ, കുത്തിത്തിരിപ്പിന് വേണ്ടി ആരെങ്കിലും കത്തിച്ചതാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തരായിരുന്നാലും, ആര് വച്ച തീയായിരുന്നാലും കൂരവെന്ത് അല്ലേടേ യാത് വാ.